സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്ററിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഒബ്സ്റ്ററ്റിക്കൽ കണ്ടീഷനാണ് GDM അഥവാ ഗർഭകാല പ്രമേഹം എന്ന് പറയുന്നത്. ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് നമ്മുടെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഓൾറെഡി ഡയബറ്റിക് ആയിട്ടുള്ള പ്രഗ്നന്റ് ലേഡീസിൽ കാണാം. അതുപോലെ തന്നെ ഫിസിക്കൽ ഇനാക്ടിവിറ്റി, അതായത് തീരെ എക്സസൈസ് ഒന്നും ചെയ്യാതെ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഒന്നും തന്നെ ഏർപ്പെടാത്ത ആൾക്കാരിലും കാണാം. പിന്നെ അമിതവണ്ണം ഉള്ളവരിൽ കാണാം. അതുപോലെ തന്നെ ഈ ഫാമിലിയിൽ ഓൾറെഡി ടൈപ്പ് 2 ഡയബറ്റീസിന്റെ ഹിസ്റ്ററി ഉള്ളവരിലും കാണാം. ഈ ട്രൈഗ്ലിസറൈഡ്സിന്റെ വാല്യൂ എപ്പോഴും കൂടുതലുള്ള ആൾക്കാരിലും, അതുപോലെ തന്നെ ലോ HDL, അതായത് HDL എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുഡ് കൊളസ്ട്രോൾ, ഇതിന്റെ വാല്യൂസ് എപ്പോഴും കുറവുള്ള ആൾക്കാരിലും കാണാം. പിന്നെ അതുപോലെ തന്നെ PCOD, അതുപോലെ എക്കാന്തോസിസ് നൈഗ്രിക്കൻസ്, അതായത് നമ്മുടെ കഴുത്തിലും ഈ ത്വക്ക് റീജിയൻസിലൊക്കെ വളരെ ബ്ലാക്കിഷ് ആയിട്ട് കാണുന്ന അവസ്ഥയിലും ഈ ഒരു GDM കാണാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ 35 വയസ്സിന് മുകളിലുള്ള ലേഡീസിനും ഈ GDM വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ HbA1cയുടെ വാല്യൂ നമ്മൾ എടുത്തു നോക്കുമ്പോൾ എപ്പോഴും 5.7ന്റെ മുകളിലാണ് വാല്യൂ വരുന്നതെങ്കിൽ അതും ഇതൊരു റിസ്ക് ഫാക്ടറാണ്.